ഹലോ ഗൈസ്, ഇത് കാനഡയിൽ ഇവിടെ ജൂൺ 19 ഉച്ച സമയമാണ്. 22 ഡിഗ്രി, സഹിക്കാൻ വയ്യ. അപ്പോൾ ഞാനിവിടെ ഗുരുദ്വാര എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് എസ്പെഷ്യലി പഞ്ചാബീസിൻ്റെയൊക്കെ ഒരു ക്ഷേത്രമാണ്. അവിടെ ഫ്രീ ആണ് ഫുഡ്, രാവിലെ തൊട്ട് ഒരു വൈകിട്ട് 8-9 മണി വരെ. സോ ഇവിടുത്തെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ കാരണം നമ്മൾ ഗുരുദ്വാരയിൽ പോയി ചില സമയത്തൊക്കെ ആഹാരം കഴിക്കാറുണ്ട്. സോ ഇന്ന് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് ഗുരുദ്വാരയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടാണ്. നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നത്, അവിടുത്തെ ചൂടൊക്കെ സഹിച്ചിട്ട് വന്നതാണ്. പക്ഷേ പറ്റുന്നില്ല, 22 ഡിഗ്രി ആയിട്ട് പോലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ആൾക്കാരൊക്കെ ഡ്രസ്സ് ഒക്കെ ഷർട്ട് പോലും ഇടാതാണ് ആൾക്കാർ നടക്കുന്നത്. ഓക്കെ, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ബാക്ക് ക്യാമറ ഓണാക്കി റോഡൊക്കെ കാണിക്കണമെന്നുള്ളൂ, പക്ഷേ എൻ്റെ ബാക്ക് ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, കാണിക്കാൻ പറ്റില്ല. എന്നെ തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ചൂട് വീതിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂട്. സോ ഗുരുദ്വാര ഉള്ളത് ഭയങ്കര അനുഗ്രഹമാണ് ആക്ച്വലി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും, നമുക്കിഷ്ടമുള്ള അത്രയും കഴിക്കാം. അവർ വീണ്ടും വീണ്ടും വേണമെന്ന് ചോദിക്കും. നല്ല കാര്യമാണ്. അങ്ങനെ ഗൈസ്, നടന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നടക്കുന്ന ദൂരം ഉള്ളൂ. അപ്പോൾ ഗുരുദ്വാറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാനഡിയൻസ് വെച്ച് ബാക്കി എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഇന്ത്യൻസ് എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ആണ് ഗുരുദ്വാര എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ പോയി പ്രാർത്ഥിച്ച് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗുരുദ്വാരയിൽ നിന്ന് ഫുഡ് കഴിച്ചു. എനിവേ നല്ല ഫുഡായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റുള്ളൊരു കറിയും, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ ഇവരെന്നോട് പഞ്ചാബിയിൽ എന്തൊക്കെയോ സംസാരിക്കും. ഹിന്ദി എങ്ങനെയെങ്കിലും മനസ്സിലാക്കാം, പഞ്ചാബി എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ ഞാൻ ആക്ഷനൊക്കെ കാണിച്ച് ഒപ്പിച്ച്. പിന്നെ അടുത്തത് ജോബ് ഹണ്ടിങ് ആണ്. ഓരോ സ്ഥലത്തും കയറി ഇറങ്ങുക, റെസ്യൂമെ കൊടുക്കുക, ഹയറിങ് ഇല്ലെന്നവർ പറയുന്നത് കേട്ട് കാണിച്ച് തിരിച്ചു പോകും. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ശരി, ബൈ.